കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഓണർ CJ റോയി സ്വന്തം നെഞ്ചിൽ വെടിയുതിർത്ത് മരിച്ചു എന്നുള്ള വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്ന സമയത്ത് ആരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടാവില്ല, എല്ലാം വാങ്ങി വെക്കും. അതുപോലെ തന്നെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉച്ച വരെ റെയ്ഡ് നടത്തി, ഉച്ചയ്ക്ക് ശേഷം ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി, അദ്ദേഹത്തിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ആ ഒരു ചോദ്യം ചെയ്യലിനൊടുവിൽ ആള് സ്വന്തം നെഞ്ചിൽ വെടിവെച്ചു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ലക്ഷക്കണക്കിന് ആളുകളെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ, എത്രയോ കുട്ടികളെ ഏറ്റെടുത്ത് വിദ്യാഭ്യാസം നടത്തി കൊടുക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാവരെയും കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വന്നു എന്ന് കരുതിക്കൊണ്ട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ തൂക്കിക്കൊല്ലുന്നില്ലല്ലോ. കോടതിയിൽ പോയി സിമ്പിൾ ആയിട്ട് എത്രയാണ് പിഴ ഏച്ചാ പിഴ അടച്ചാൽ കൂലി വരാം, അല്ലേ? എന്നാൽ എന്തുകൊണ്ട് ഇദ്ദേഹം അത് ചെയ്തു? ചോദ്യം തന്നെയാണ്. ഇൻകം ടാക്സ് ഓഫീസർമാരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത്. നമ്മൾ വാർത്ത ഒന്ന് കേൾക്കണം, ഇതിൽ വലിയ സംശയങ്ങളുണ്ട്, അതുകൊണ്ടാണ്. ഇതിൽ ഇപ്പോൾ നമുക്ക് ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഓഫീസിലേക്ക് എത്തിയത്. അതായത് IT ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തി അദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുശേഷം 1 മണിക്കൂറോളം അദ്ദേഹത്തെ ഇരുത്തി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ ചോദ്യം ചെയ്യൽ അവസാനിച്ച ഉടനാണ് അദ്ദേഹം സ്വന്തം കൈവശം കരുതിയിരുന്ന തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ആളെ വിളിച്ചു കൊണ്ടുവരുന്നു, ആള് സംസാരിക്കുന്നു, അതിനിടയിൽ അയാള് വെടിവെച്ച് മരിക്കുന്നു. എന്ത് സംഭവം? എന്തത് വെള്ളരിക്കപ്പെട്ടണം. എന്തായാലും CCTV ക്യാമറ ഓഫീസുകളിൽ ഉണ്ടാവാനുള്ള സാധ്യത 100% ഉണ്ട്. അന്വേഷണ വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയെന്ന് തന്നെ കരുതുക, നിയമപരമായിട്ട് അദ്ദേഹം പോവില്ലേ? കോടീശ്വരനല്ലേ, കയ്യിൽ പണമില്ലേ? അപ്പൊ നമ്മുടെ സംശയങ്ങൾക്കൊക്കെ അവിടെ മൂല്യം ഉണ്ട് എന്നുള്ളതാണ്. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. പോലീസുകാരുടെ അല്ലെങ്കിൽ IT ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് അദ്ദേഹം ചെയ്തു എന്ന് പറയുന്നേ. ഞാൻ പറഞ്ഞല്ലേ, മൊബൈൽ ഫോൺ വാങ്ങി വെക്കില്ലേ, അയാളുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നേ. എന്താണ് റൈഡ് നടക്കുന്ന സമയത്ത് തോക്കുമായിട്ട് അങ്ങ് കയറിച്ചല്ലോ? ലൈസൻസ് ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യാറെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ വാർത്തയുടെ ഭാഗം ഒന്ന് കേട്ടോ നിങ്ങൾ. ശ്രീജ, ഇപ്പോൾ ഞാൻ SSR ലേഔട്ടിലുള്ള നാരായൺ ഹോസ്പിറ്റലിന്റെ മുമ്പാകത്താണുള്ളത്. ഇവിടത്തേക്കാണ് ഇപ്പോൾ CJ റോയിന്റെ മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുത്തെ കുറച്ച് പ്രൊസീജിയറുകൾക്ക് ശേഷം ഇവിടുന്ന് നേരിട്ട് ബോറിംഗ് ഹോസ്പിറ്റലിലേക്കും ഇവിടുത്തെ ആ ഒരു പാർത്ഥിവ ശരീരം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോലീസുകാരുടെ പ്രൊസീജിയറാണ് ഇപ്പോൾ നടക്കുന്നത്. ഇൻകം ടാക്സ് ഓഫീസർമാരുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് CJ റോയ് തന്റെ പോക്കറ്റിലുണ്ടായ ഗണ്ണെടുത്ത് നെഞ്ഞിലേക്ക് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അതായത് കൊണ്ട് ഇൻകം ടാക്സ് ഓഫീസർമാരെ കൂടിയും ഈ ഒരു കേസിൽ എൻക്വയറി ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ഇപ്പോൾ ഈ ഒരു CJ റോയിന്റെ മൃതദേഹം മാത്രമാണ് ഇവര് ഫാമിലിയിലേക്ക് വിട്ടുകൊടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വിരലടയാളങ്ങളും കാര്യങ്ങളൊക്കെ തോക്കി നിന്ന് കിട്ടുമല്ലോ. അതൊക്കെ നമ്മൾ ഏതൊക്കെ രീതിയിൽ സിനിമകളിലൂടെ കണ്ടതാണല്ലേ. ഒറ്റ വെടിയെ വെച്ചിട്ടുള്ളൂ, അത് നെഞ്ചിൽ കയറി ആൾ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുന്നേ മരണപ്പെട്ടു. എന്തൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട മക്കളെ. ഇങ്ങനെ ഒരു റൈഡ് നടക്കുന്ന സമയത്ത് ആൾക്ക് അങ്ങനെ ഒരു തോക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ കഴിയുന്നു? മൊബൈൽ ഫോൺ ആക്സസ് ചെയ്യാൻ കഴിയില്ല, പിന്നെയല്ല തോക്ക്. അപ്പോ അത് തന്നെയാണ് നമ്മുടെ സംശയം. 1.5 മാസം മുമ്പ് ഇദ്ദേഹത്തിന്റെ കമ്പനി റെയ്ഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അതേ കമ്പനിയിലേക്ക് റെയ്ഡ് വരികയാണെ. അന്ന് ആലോചിക്കണം, 1.5 മാസത്തിന്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ആള് വലിയ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സാമ്പത്തിക ഇടപാടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കോടതിയിൽ അത് കയറി ഇറങ്ങിയാൽ തീർക്കാവുന്നതേ ഉള്ളൂ. അതെല്ലാം എന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ഭീഷണിയോ മറ്റുള്ള കാര്യങ്ങളോ വന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത് ചെയ്യില്ലടോ, ഉറപ്പായിട്ട് ചെയ്യില്ല. അത്ര ആളുകളെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലേ. നിങ്ങൾ ഈ ഒരു ഭാഗം ഒന്ന് കേട്ടു നോക്കി. പുലർച്ചെ 6 മണിയോടെ 6:30യോടെയാണ് ഇൻകം ടാക്സ് ഓഫീസർമാർ ഇവരുടെ CJ റോയിയുടെ ഓഫീസിലേക്ക് റെയ്ഡ് നൈറ്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് CJ റോയ് ഓഫീസിലേക്ക് വരുന്നത്. വന്നതിന് ശേഷം CJ റോയുമായൊപ്പം IT ഇൻകം ടാക്സ് ഓഫീസർമാർ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ട്. ആ ഇടയിലാണ് തന്റെ പോക്കറ്റിലുണ്ടായ ഗണ്ണെടുത്ത് CJ റോയ് തന്റെ നെഞ്ഞിലേക്ക് ഷൂട്ട് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ഇവിടെ പ്രസക്തമായിരിക്കുന്ന ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. എങ്ങനെ CJ റോയിന്റെ പോക്കറ്റിൽ ഗൺ വന്നു? അതിനോടൊപ്പം ഇങ്ങനത്തെ വലിയ റെയ്ഡുകൾ നടക്കുമ്പോൾ അവിടെ പാലിക്കേണ്ടതായിരുന്ന കുറച്ച് പ്രൊസീജിയറുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ മൊബൈലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഗണ്ണായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പോലെയുള്ള കുറച്ച് വസ്തുക്കളെ അവർ സ്പോട്ട് കസ്റ്റഡിയിൽ എടുക്കേണ്ടതായിട്ട് വരും. അതൊന്നും ചെയ്യാതെ എങ്ങനെയാണ് IT ഓഫീസർമാർ അവിടെ റെയ്ഡ് ചെയ്തതെന്നുള്ളത് ഒരു ചോദ്യം ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ് ശ്രീജ. വലിയ ചോദ്യം തന്നെയാണ്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടെയുള്ള ഭരണകൂടം തന്നെയാണ് തരേണ്ടത് അല്ലെ. രാവിലെ 6:30 തുടങ്ങിയ റെയ്ഡാണ്. ഉച്ചയ്ക്കാണ് ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തുന്നത്. ഇദ്ദേഹം അവിടെ എത്തുന്നു, അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആള് വെടിവെച്ച് മരിക്കുന്നു. ഇതെന്താ വല്ല സിനിമയാ? ജനങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണ്, ഇതിന് പിന്നിൽ എന്തോ നടന്നിട്ടുണ്ട്. എടോ ഒന്ന് ആലോചിച്ച് നോക്കടാ.
അയാൾക്ക് ഇപ്പൊ എന്തെങ്കിലും സാമ്പത്തിക ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അത് തീർക്കാൻ ഒരു പ്രയാസമില്ല, നിമിഷ നേരം കൊണ്ട് അത് തീർക്കും എന്നുള്ളതാണ് അല്ലേ. ഇപ്പൊ കോൺഫിഡന്റ് ഗ്രൂപ്പാണ്, ഒരുപാട് ഏഷ്യാനെറ്റിലൊക്കെ ഒരുപാട് പ്രോഗ്രാമിനൊക്കെ ഫണ്ട് ഇറക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ നിന്ന് റണ്ണറപ്പ് ആയിട്ടുള്ള അനീഷേട്ടന് 10 ലക്ഷം രൂപയുടെ അടുത്തറ്റം കൊടുത്തിട്ടുണ്ട്. ആള് ആ മനുഷ്യന്മാരെ ചേർത്ത് വെക്കുന്ന ഒരു മനുഷ്യനാടോ. ഇപ്പൊ അടുത്ത് തന്നെ വില കൂടിയ ഒരു കാർ കൂടി വാങ്ങിയ മനുഷ്യനാണ്. അതാ പറയുന്നത്, ജീവിതത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല, അതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. പണമുള്ള ആളുകൾക്ക് അതൊക്കെ അതിൽ നിന്നൊക്കെ ഊരി വരാൻ കഴിയും. ഭീഷണി എന്തോ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്യോ. എന്തായാലും ഞങ്ങൾ കാത്തിരിക്കുന്നത് CCTV ക്യാമറ ഫൂട്ടേജിന് വേണ്ടി തന്നെയാണ്. ആ ഒരു ഓഫീസിൽ അത് ഉണ്ടാവും. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഐടിയും അതിനുശേഷം എൻഫോഴ്സ് ഡിപ്പാർട്ട്മെന്റും ഇഡിയും കൂടെ ഇതേ സ്ഥലത്ത് അവരുടെ വീടുകളിലായി അതിനോടൊപ്പം തന്നെ അവരുടെ ഓഫീസുകളിലായി ഇതേ രീതിയിൽ കുറച്ച് സമയം റെയ്ഡുകൾ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് 2-3 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പിന്നെയും ഐടിയും ഇപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നത്. സോ ഇൻകം ടാക്സ് കഴിഞ്ഞ കുറച്ച് സമയങ്ങളിലായി ഇതുപോലെയുള്ള കുറച്ച് ഓക്കെ, 3 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിലും ഓഫീസിലും ഒക്കെ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തി, ഒന്ന് തേങ്ങാക്കൊലിയും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. അതുകൊണ്ടാവാൻ വീണ്ടും വന്നിട്ടുണ്ടാവുക. എന്തായാലും ആ ഒരു മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്നുള്ള കാര്യം തർക്കമൊന്നും വേണ്ട. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് സംശയങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. കൃത്യമായ അന്വേഷണങ്ങൾ വേണം. പോലീസുകാർ അന്വേഷിച്ച് ഇതിലെന്ത് സംഭവിച്ചെന്ന് അറിയണം. ആ ഇൻകം ടാക്സ് ഓഫീസർമാരൊക്കെ ഇതിലിപ്പോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊഴിയെടുക്കേണ്ട മനുഷ്യന്മാരാണ്. ഇതിലെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അവിടെ CCTV ക്യാമറ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നമ്മുടെ സംശയങ്ങൾ അതിങ്ങനെ ഉയർന്നുയർന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ വാർത്ത വരുന്നതിന്റെ അടിയിലെ കമന്റുകൾ മുഴുവൻ അതാ. പിന്നെ എന്താ പറയുന്നത് വെച്ചാൽ എന്തോ ഒന്ന് റെയ്ഡ് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്തെന്നാ പറയുന്നത്. എടോ, അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പിഴ അടച്ചാൽ മതി. ആ പിഴ അടച്ചിട്ട് ആൾക്ക് ഊരി വരാൻ കഴിയും അല്ലെ. ഇൻകം ടാക്സ് വെട്ടിച്ച അങ്ങനെയല്ലേ ഉള്ളൂ, അതിനപ്പുറം തൂക്കിക്കൊല്ലാൻ വിധിക്കൊന്നുമില്ല. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഒന്ന് കണ്ടെത്തി എന്നതിന് ഉപരി അദ്ദേഹത്തിനെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കൂടി നോക്കണം. ഈ ഒരു കാലഘട്ടം വളരെ മോശമാണെന്നുള്ളതാണ്. ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെ ഇൻകം ടാക്സ് വെച്ച് പണി കൊടുക്കുന്ന പരിപാടി നമ്മൾ കണ്ടില്ലേ. വിജയ് പെട്രോളിനെ കുറിച്ച് ഡയലോഗ് അടിച്ചപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ED വന്ന് നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ ഒരുപാട് ആളുകളുടെ വീട്ടിൽ ED വന്നിട്ടുണ്ട്. എമ്പുരാൻ എന്ന സിനിമ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ. സിനിമയിൽ അഭിനയിച്ച ആളുകളുടെ വീട്ടിലൊക്കെ ED അങ്ങ് കയറി ഇറങ്ങി. ഗോകുലം ഗോപാലന്റെ വീട്ടിലും റെയ്ഡ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ട് ഈ നാട്ടില്. അതുകൊണ്ടാണ് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങളുടെ ഡൗട്ടുകൾ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും അധികം വൈകാതെ തന്നെ ഇതിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങൾ അറിയാൻ കഴിയും. അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ സന്ദീപ് പോൾ സൈനിങ് ഓഫ്.